കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ ഏതാണ്ട് 7411 കോടി രൂപയാണ് SC/ST വിഭാഗങ്ങളുടെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട പണം ലാപ്സാക്കി കളഞ്ഞത്. കേരള മോഡൽ പറയുമ്പോഴും കേരളത്തിലെ ദളിതർ ഇന്ന് വിഭവമില്ലാത്ത, ഭൂമിയില്ലാത്ത, വേണ്ടത്ര തൊഴിലുകളില്ലാത്ത, ജീവിത ഉപാധികൾ ഇല്ലാത്ത നിലയിൽ അങ്ങേയറ്റം എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടൊരു വിഭാഗമായി SC/ST വിഭാഗങ്ങൾ മാറിയിരിക്കുന്നു. കുറേ വർഷങ്ങളായി SC/ST വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളോ ഗ്രാൻറ്റുകളോ ഒന്നും തന്നെ സമയബന്ധിതമായി കിട്ടാത്തത് മൂലം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വലിയ നിലയ്ക്ക് അവർ ഡ്രോപ്പ് ഔട്ട്സ് ആവുകയോ അവർ പല നിലയ്ക്കും അപമാനിക്കപ്പെടുകയോ ചെയ്യുകയാണ്. കീഴാളരുടെ രാഷ്ട്രീയ പ്രവേശം എന്ന് പറയുന്നത് വിമർശനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ, അത് അധികാര പങ്കാളിത്തം എന്നൊരു പ്രശ്നം അപ്പോഴും ബാക്കിയാവുക? അതെന്തുകൊണ്ടായിരിക്കാം? കേരളത്തിൻ്റെ അധികാര ഘടനയിൽ ഏറ്റവും സ്വാധീനമുള്ള സമൂഹങ്ങൾ ഒന്ന് ബ്രാഹ്മിൺസ് ആണ്. ജനസംഖ്യ വളരെ കുറവാണെങ്കിലും കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലങ്ങളിൽ അവരുടേതായ ആധിപത്യം അവർ പുലർത്തുന്നു. അത് സംഘടിത ശക്തിയുടെ അടിസ്ഥാനത്തിലല്ല, ജാതിയുടെ പ്രിവിലേജ് മൂലമാണ്. അപ്പോൾ ഞങ്ങൾ UDFന് സപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു കാര്യം, കേരളത്തിലെ രണ്ട് മുന്നണികളും ദലിതർക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം കൊടുക്കുന്ന കാര്യത്തിൽ ഒരേ സമീപനമാണ്, ദലിത് ആദിവാസി വിരുദ്ധ സമീപനമാണ്. കേരളം എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ കൃത്യമായ ജാതി കാര്യങ്ങൾ തീരുമാനിക്കുന്ന, കാസ്റ്റ് പ്രിവിലേജ് അനുസരിച്ച് മാത്രം അധികാരവും വിഭവങ്ങളും പങ്കുവെക്കുന്ന ഒരു വരേണ്യ രാഷ്ട്രീയം കേരളത്തിലുണ്ട്. അത് വളരെ ശക്തമാണ്. ഇന്ന് ഉത്തരേന്ത്യയെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഇസ്ലാമോഫോബിയ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിരിക്കുന്നു. ദളിത് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ വർക്കിംഗ് ചെയർമാനായിട്ടുള്ള K. അംബുജാക്ഷൻ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഇൻസൈറ്റിൻ്റെ പ്രേക്ഷകർക്ക് അപരിചിതനല്ല, കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിലും അപരിചിതനായിട്ടുള്ള ആളല്ല. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം. ഇലക്ഷൻ്റെ ചൂടിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, ചർച്ചകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാ ഇലക്ഷനുകളും ചർച്ചകൾ സൃഷ്ടിക്കാറുണ്ട്. ഇപ്പോൾ അംബേദ്കർ ദളിത് ഫ്രണ്ട് ഇത്തവണ LDFനെതിരെ വോട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തവണത്തെ വോട്ട് UDFന് ചെയ്യണമെന്ന് തീരുമാനിച്ചത്? ഞങ്ങൾ അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അഥവാ ADF കഴിഞ്ഞ 2 വർഷക്കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഏതാണ്ട് 65ഓളം ദലിത്, ആദിവാസി, അംബേദ്കറൈറ്റ് സമുദായ സംഘടനകളുടെ വിശാലമായൊരു പ്ലാറ്റ്ഫോമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDFനെതിരെ വോട്ട് ചെയ്യാനും UDFനെ പിന്തുണയ്ക്കാനും ഞങ്ങൾ തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF ഭരണം, പിണറായിയുടെ നേതൃത്വത്തിലുള്ള LDF ഭരണം ദലിത്, ആദിവാസി വിഭാഗങ്ങളോട് കാണിച്ച നിഷേധാത്മകമായ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. അതിലൊന്നാമതായി കേരളത്തിലെ LDF ഭരണത്തിൻ്റെ 10 വർഷം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഫാബ്രിക്സിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഏജൻസിയായി, അതായത് ഭരണനിർവഹണത്തിൻ്റെ ഭാഗമായി നയപരമായി പരിഗണിക്കേണ്ട ഒരു സാമൂഹിക വിഭാഗമായി LDF ഗവൺമെൻറ് പട്ടികജാതിപ്പെട്ടവർഗ വിഭാഗങ്ങളെ, ദലിത് ആദിവാസികളെ പരിഗണിച്ചിട്ടേയില്ല എന്നതാണ്. ദലിത് ആദിവാസി വിഭാഗങ്ങൾ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ SC/ST എന്ന് പറയുന്നത് ഏതാണ്ട് 11.5% ഉണ്ട്. അതിനോടൊപ്പം കേരളത്തിലെ ദലിത്, ക്രൈസ്തവർ, ഈ വിഭാഗങ്ങളിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചവരും കൂടി ചേർന്നാൽ ഏതാണ്ട് 18% വരുന്ന ഒരു പോപ്പുലേഷനാണ് ദലിത് ആദിവാസി വിഭാഗങ്ങൾ. സ്വാഭാവികമായും കേരളത്തിൻ്റെ ഭരണനിർവഹണത്തിനകത്ത്, കേരളത്തിൻ്റെ ഈ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനകത്ത് മറ്റുള്ള സമൂഹങ്ങളെ പോലെ ഇവരെയും എംപവർ ചെയ്യുകയും ഈ സമൂഹങ്ങളുടെയും സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യാനുള്ള ഭരണഘടനാപരമായ ബാധ്യത കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനുണ്ട്. എന്നാൽ ഭരണഘടനാപരമായി തന്നെ ആർട്ടിക്കിൾ 46 അനുസരിച്ച് രാജ്യത്ത് ഏർപ്പെടുത്തിയ SCP-TSP പ്രോഗ്രാമുണ്ട്. അത് യാതൊരു തരത്തിലുള്ള വിഭവങ്ങളും ഇല്ലാത്ത, മൂലധനമില്ലാത്ത, നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെട്ട, പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ച തകർന്നൊരു ജനത എന്ന നിലയിൽ ദലിത്, ആദിവാസി വിഭാഗങ്ങളെ ശാക്തീകരിക്കാനും അവരെ തുല്യതയിലേക്ക്, മറ്റ് സമൂഹങ്ങൾക്കൊപ്പം ഭരണഘടന പറയുന്ന ഇക്വാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു പ്രധാനപ്പെട്ട മെഷറാണ് ബജറ്റിൽ ആനുപാതികമായ അവരുടെ വിഹിതം എന്ന് പറയുന്നത്, ജനസംഖ്യാനുപാതിക ബജറ്റ് വിഹിതം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് SCP-TSP പ്രോഗ്രാം ഉള്ളത്. എന്നാൽ നോക്കൂ, കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ ഏതാണ്ട് 7411 കോടി രൂപയാണ്
SC/ST വിഭാഗങ്ങളുടെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട പണം ലാപ്സാക്കി കളഞ്ഞത്. ഇത്ര കോടി രൂപ വിനിയോഗിച്ചിരുന്നു എങ്കിൽ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് മണ്ഡലങ്ങളിലും വലിയ നിലയ്ക്കുള്ള പുരോഗതിയും വികസനവും കൈവരിക്കേണ്ട ഒരു സാഹചര്യത്തെയാണ് ഭരണപരമായ അനാസ്ഥ കൊണ്ട് അട്ടിമറിച്ചത്. അപ്പോൾ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ തൊലച്ചതിലൂടെ ഈ സമൂഹത്തോടുള്ള LDFിൻ്റെ സമീപനം, അവരുടെ നയം എന്ന് പറയുന്നത് അങ്ങേയറ്റം നിഷേധാത്മകമാണ് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. മറ്റൊന്ന്, ഇതേ വിഷയത്തിൽ കേരളത്തിൽ ഒഴികെയുള്ള മറ്റ് സ്റ്റേറ്റുകൾ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ, ആന്ധ്രാപ്രദേശിൽ, തെലുങ്കാനയിൽ ഇങ്ങനെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ SC/ST വിഭാഗങ്ങളുടെ ഈ ഫണ്ട് വിനിയോഗിക്കുന്നതിന് അതിശക്തമായ ആക്റ്റുണ്ട്. ഒന്ന് നയമുണ്ട്. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ SCP-TSP ആക്റ്റുണ്ട്. ആ ആക്ട് പ്രകാരം ഒരു നയാ പൈസ പോലും ദുർവിനിയോഗം ചെയ്യാനോ പാഴാക്കാനോ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ദുർവിനിയോഗം ചെയ്താൽ, വകമാറ്റി ചെലവഴിച്ചാൽ, ഇനി അത് പാഴാക്കിയാൽ അത് ഉത്തരവാദികൾ ഉദ്യോഗസ്ഥന്മാരെ പണിഷ് ചെയ്യാനുള്ള പ്രത്യേകിച്ച് പ്രൊവിഷൻസ് ഉള്ള ആക്റ്റുകളാണ്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ നിലക്കുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നു, തെലുങ്കാനയിലും മറ്റും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം SC/ST വിഭാഗങ്ങളുടെ ജീവിത നിലവാരത്തിൽ ആശാവഹമായ ഒരു പുരോഗതിയും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. കേരള മോഡൽ പറയുമ്പോഴും കേരളത്തിലെ ദളിതർ ഇന്ന് വിഭവമില്ലാത്ത, ഭൂമിയില്ലാത്ത, വേണ്ടത്ര തൊഴിലുകളില്ലാത്ത, ജീവിത ഉപാധികൾ ഇല്ലാത്ത നിലയിൽ അങ്ങേയറ്റം എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടൊരു വിഭാഗമായി SC/ST വിഭാഗങ്ങൾ മാറിയിരിക്കുന്നു. ഇതിൻ്റെ ഉത്തരവാദികൾ കേരളം ഭരിക്കുന്ന ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ 10 വർഷക്കാലത്തെ LDF ഭരണമാണ്. അതിൽ ഒരു കാരണം വികസനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൈറ്റ് എന്ന് പറയുന്നത് അവരുടെ ഭാവി തലമുറയുടെ കാര്യമാണ്, വിദ്യാഭ്യാസ അവകാശങ്ങളാണ്. കേരളത്തിലെ SC/ST വിഭാഗങ്ങളിൽപ്പെട്ട ഒരു പുതിയ തലമുറ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, അവരോട് കേരള ഗവൺമെൻറ് കാണിച്ചത് അങ്ങേയറ്റം വിവേചനപരമായ നടപടികളാണ്. ഏതാണ്ട് 179 കോടി രൂപയാണ് SC/ST വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഗ്രാൻറ്റുകൾ, ലംസം ഗ്രാൻറ്റ്, സ്റ്റൈപ്പൻഡ് തുടങ്ങിയവയ്ക്കുള്ള പണം ഇതേപോലെ ലാപ്സാക്കിയത്. ഇന്ന് 150ഓളം SC/ST വിദ്യാർത്ഥികൾ അവർക്ക് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ, സ്കോളർഷിപ്പുകൾ കിട്ടാത്തതിൻ്റെ പേരിൽ അവർ പ്രൊഫഷണൽ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പഠനം നിർത്തി വീട്ടിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. ഹോസ്റ്റലുകളിൽ താമസിക്കാൻ കുട്ടികൾക്ക് മതിയായ ഫീസ്, അലവൻസ് കൊടുക്കുന്നില്ല. ശരാശരി 3000 രൂപയോ അതിന് താഴെയൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു നഗരത്തിൽ ഒരാൾക്ക് താമസിക്കണമെങ്കിൽ 6000 മുതൽ 7000 വരെയാണ് ഫീ എന്നിരിക്കെ ഈ SC/ST വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായ വർധനവുണ്ടായിട്ടില്ല. അവർക്ക് പ്രതിമാസം അലവൻസ് എന്ന് പറയുന്നത് മൊബൈൽ ചാർജ് ചെയ്യാൻ പോലും തികയാത്ത വിധം 200 രൂപ മാത്രമാണ്. ഗ്രാൻറ്റുകൾ അപേക്ഷിക്കാൻ വേണ്ടിയുള്ള ഗ്രാൻറ്റ് അപ്ലൈ ചെയ്യാനുള്ള പോർട്ടൽ പോലും ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ആക്സസ് നിഷേധിക്കപ്പെടുകയും അവർക്ക് അവരുടെ ഡാറ്റ പോലും എൻ്റർ ചെയ്യാൻ പറ്റാത്ത വിധം പുറത്താക്കപ്പെട്ടു. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി SC/ST വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളോ ഗ്രാൻറ്റുകളോ ഒന്നും തന്നെ സമയബന്ധിതമായി കിട്ടാത്തത് മൂലം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വലിയ നിലയ്ക്ക് അവർ ഡ്രോപ്പ് ഔട്ട്സ് ആവുകയോ അവർ പല നിലയ്ക്കും അപമാനിക്കപ്പെടുകയോ ചെയ്യുകയാണ്. ഇതിന് ഉത്തരവാദികൾ ആരാണ്? ഇത് CAG റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചു. 2023-24 CAG റിപ്പോർട്ട്, കേരള സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിൽ പട്ടികജാതിപ്പെട്ടവർക്ക് വകുപ്പ് ഇതിന് അനാസ്ഥ കാണിക്കുന്നു എന്നും ഇതിൽ ബ്യൂറോക്രാറ്റ്സുകൾ ഉത്തരവാദികളാണെന്ന് പറഞ്ഞിട്ട് പോലും അതൊന്ന് അന്വേഷിക്കാനോ നടപടിയെടുക്കാനോ പരിഹരിക്കാനോ പിണറായി സർക്കാർ യാതൊരു വിധമായ ആത്മാർത്ഥതയും കാണിച്ചിട്ടില്ല. ഒപ്പം ലാൻഡിൻ്റെയും മറ്റ് ഇതര മേഖലയിലും എയ്ഡഡ് മേഖലയിലെ പ്രശ്നം നോക്കൂ. SC/STക്ക് കൊടുക്കാൻ പണമില്ല കുട്ടികൾക്ക്, അവർക്ക് ഗ്രാൻറ്റ് കൊടുക്കാൻ പണമില്ല. നേരെ മറിച്ച് 30,000 കോടി രൂപ ശമ്പളമായും പെൻഷനായും നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം ഇവിടുത്തെ എയ്ഡഡ് സെക്ടറിലെ വരേണ്യ വിഭാഗങ്ങളെ തീറ്റിപ്പോറ്റാനായി ഇതേ സർക്കാർ വിനിയോഗിക്കുന്നു. ഒപ്പം EWSലൂടെ കേരളത്തിലെ ദലിത് ആദിവാസി വിഭാഗങ്ങളെ അവഗണിക്കുമ്പോൾ തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിസമ്പന്നരായ ഈ കേരളത്തിലെ വരേണ്യ വിഭാഗത്തിൽ സവർണർക്ക് 10% EWS ഏർപ്പെടുത്തിക്കൊണ്ട് ആദ്യം നടപടിയെടുത്ത സ്റ്റേറ്റും കേരളമാണ്. ഈ കാരണങ്ങളാലാണ് വളരെ കൃത്യമായും കേരളത്തിലെ ദലിത് ആദിവാസി സംഘടനകൾക്ക് സമൂഹങ്ങൾക്ക് വലിയ നിലയ്ക്കുള്ള അസംതൃപ്തി ഈ ഗവൺമെൻറ്റിനോടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ADF ഈ തെരഞ്ഞെടുപ്പിൽ LDFനെതിരെ നിലപാടെടുക്കുകയും UDFനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തത്. എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ADF ഇങ്ങനത്തെ ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നതെന്ന്. ഇപ്പോൾ കേരളത്തിലെ ധാരാളം ദളിത് സംഘടനകളും ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഇതേപോലൊരു നിലപാട് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വേറൊരു ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കണം. അതായത് ഞാൻ ഈ നിലപാടുകളെ ചോദ്യം ചെയ്യുകയോ അല്ല, മറിച്ച് ഞാൻ അതിൻ്റെ ഒരു കീഴാള പ്രസ്ഥാനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഗതികേടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്.
ഇപ്പം നോക്കുകയാണെങ്കിൽ സവർണ്ണ സംവരണമാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നൊരു കാര്യം. ഈ ഇലക്ഷനിലെ ചർച്ചയേ അല്ല. ഇലക്ഷനിൽ കാരണം സവർണ്ണ സംവരണം നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പിന്നാക്കക്കാരെ സംബന്ധിച്ചിടത്തോളം, ദളിതരെ സംബന്ധിച്ചിടത്തോളം, വലിയ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടക്കച്ചവടമാണ്. ഇത് ഇപ്പോൾ UDF നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കുന്ന സമയത്ത് UDF അതിലൊരു നിലപാട് പോലും എടുത്തിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം നമ്മളുടെ സണ്യം കബിക്കാടിൻ്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചയിലിടയിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും കാരണവശാൽ സണ്ണി M കബിക്കാട് തിരഞ്ഞെടുപ്പ് നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാരെ തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാനതിലെ വ്യക്തിപരമായ പരാമർശങ്ങളെക്കുറിച്ച് പറയാനല്ല സൂചിപ്പിച്ച്, മറിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ സംഘടന സെറ്റപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചിന്ത, അതായത് ദളിത് വിരുദ്ധവും കീഴാള വിരുദ്ധവുമായിട്ടുള്ള ഒരു ചിന്ത നിലവിലുണ്ട്. അതായത് ഇന്ന് നമ്മൾ ഉന്നയിക്കുന്ന, ഇന്ന് എന്താണോ LDFനെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, പരാതികൾ, ഈ പരാതികൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സർക്കാരുകൾക്കെതിരെയും കീഴാളർക്ക് പറയാനുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ UDFനെതിരെ ഇതേ ആരോപണം ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരിക്കലും ADF എടുത്തൊരു തീരുമാനത്തെ ചോദ്യം ചെയ്യാനല്ല ഞാനതിനെക്കുറിച്ച് പറയുന്നത്, മറിച്ച് കീഴാള വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്വത്ത് പ്രതിസന്ധിയുണ്ട്. ഞാൻ ഡോക്ടർ AK വാസുവിൻ്റെ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കേണ്ടത്, എനിക്ക് ഭയങ്കര രസകരമായി തോന്നി. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് അദ്ദേഹം പറയേണ്ടത്, നമ്മളൊരു ഫുട്ബോൾ കളി നടക്കുമ്പോൾ നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ്. ഇവിടെ വലിയ തെരഞ്ഞെടുപ്പിന് വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കാണും. നമ്മൾ അതുവരെ നമ്മൾ കീഴാളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു, അവരുടെ അധികാരത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പലതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി നമ്മളെല്ലാതും പിന്നണിയിലേക്ക് വെച്ചിട്ട് രണ്ട് ഗ്രൂപ്പുകളിൽ ആരെയും ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കുന്നതിലേക്ക് മാത്രമായിട്ട് നമ്മൾ മാറുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു. വേറെ ഉപമ കൂടി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ. അതായത് നമ്മൾ സാധാരണ ഇതിൽ തട്ടുകട, വൈകുന്നേരങ്ങളിൽ തട്ടുകട എല്ലാ നഗരങ്ങളിലും ഉണ്ടാവും. രാവിലെ കട തുറക്കുന്ന സമയമാകുമ്പോൾ ഈ തട്ടുകടയൊക്കെ അവരെടുത്ത് മാറ്റി വയ്ക്കുമ്പോൾ ശരിയായുള്ള കഥ അവിടെ തുറന്നു വരും. അതുപോലെയാണ് കീഴാള രാഷ്ട്രീയത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് അദ്ദേഹം പറയുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരു വിഭാഗത്തെ നമ്മൾ പിന്തുണയ്ക്കുന്നു. അതിനെ ചോദ്യം ചെയ്ത് ഞാൻ വീണ്ടും പറയാം, അത് ചോദ്യം ചെയ്യാനല്ല ഞാൻ ചോദ്യം ചെയ്യുന്നത്. അപ്പം കീഴാളരുടെ ഒരു രാഷ്ട്രീയ പ്രവേശം എന്ന് പറയുന്നത് വിമർശനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ, അത് അധികാര പങ്കാളിത്തം എന്നൊരു പ്രശ്നം അപ്പോഴും ബാക്കിയാവുക? അതെന്തുകൊണ്ടായിരിക്കാം നമുക്ക് ഈ തെരഞ്ഞെടുപ്പുകളിൽ നാം നിശബ്ദരായി പോകുന്നത്? ഇതിൽ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ താരതമ്യേന കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDFൻ്റെ നടപടികൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിഷേധാത്മകമായ നിലപാടുകളുണ്ട്. വൻകിട പദ്ധതികൾക്ക് തുറമുഖം, അതേപോലെ ഹൈവേ വികസനം, ഇങ്ങനെയൊക്കെ തുടങ്ങിയ കോർപ്പറേറ്റ് സെൻറ്റേഡായിട്ടുള്ള മധ്യവർഗ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന വികസന പദ്ധതികളാണ് മൊത്തത്തിൽ നടപ്പിലാക്കിയത്. മാത്രമല്ല, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പേരിൽ കിഫ്ബി ലോൺ പോലെയുള്ള കിഫ്ബിയിലൂടെയാണ് പൈസ പരമാവധി വിനിയോഗിക്കുന്നത്. സാധാരണക്കാർ കൂടി സ്റ്റേക്കുള്ള പ്ലാൻ ഫണ്ടിൻ്റെ അളവ് വളരെ കുറവാണ്. നോൺ പ്ലാൻ ഫണ്ടിലാണ് കൂടുതൽ പൈസ വിനിയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ എങ്ങും ദലിതർക്കും ആദിവാസികൾക്കും യാതൊരു വിധമായ പങ്കാളിത്തവും പാർട്ടിസിപ്പേഷനും ഇല്ല. അപ്പോൾ ഈ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളവും മറ്റ് ചില പിന്നോക്ക ദുർബല വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് കേരളം ഇങ്ങനെ തന്നെയാണ് നയങ്ങളുടെ കാര്യത്തിൽ. എന്നാൽ പൊതുവിൽ UDFന് അനുകൂലമായ നിലപാടിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഒന്ന്, കേരളത്തിലെ CPM നിയന്ത്രിക്കുന്ന LDFനെ അപേക്ഷിച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മിനിമം അക്സസ് പരാതി പറയാനും അത് ഉന്നയിക്കാനും ഏതെങ്കിലും തരത്തിൽ അത് പരിഹരിക്കാനുമുള്ള തുറന്ന അവസരങ്ങൾ കുറച്ചുകൂടെങ്കിലും ഉള്ളത് ജനാധിപത്യപരമായിട്ടുള്ളത് UDFനാണ്. കാരണം ഒരു സിംഗിൾ പാർട്ടി ഡോമിനൻസ് അല്ലാതെ ഒന്ന്. രണ്ടാമത്, അതേപോലെ തന്നെ ഒരു വളരെ ഡോമിനൻ്റ് ആയിട്ടൊരു ഏകാധിപത്യ പ്രവണതയുമല്ല. വേറെ നിലയ്ക്ക് ഒരുപാട് അധികാര കേന്ദ്രങ്ങൾ UDFനകത്തുണ്ട്. ഘടകകക്ഷികൾ എന്ന സ്വഭാവത്തിലും UDFിൽ തന്നെയുള്ള നേതാക്കൾക്ക് തമ്മിൽ പലതരത്തിൽ സമീപിക്കാവുന്ന അക്സസ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഒരു പരിഹാരം അതല്ല, പക്ഷേ ആ വ്യത്യാസം അതാണ് എന്നതുകൊണ്ട് കുറച്ചുകൂടെ ഭേദമാണ് പലപ്പോഴും സമീപിക്കുന്ന കാര്യത്തിൽ. പരിഹാരത്തിൻ്റെ കാര്യം വേറെയാണ്. അത് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി താങ്കൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഇത് പൊളിറ്റിക്കലായിട്ട് ഈ ദലിതരുടെ ഈ പ്രശ്നങ്ങളെ കേരള സമൂഹത്തിൽ വളരെ കൃത്യമായി പൊളിറ്റിക്കലായിട്ട് ഉന്നയിക്കുന്ന കാര്യത്തിലും മറ്റ് സമൂഹങ്ങളെപ്പോലെ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തെ സ്വാധീനിക്കുന്ന കാര്യത്തിലും കാണിച്ചിരിക്കുന്ന അല്ലെ സംഭവിക്കുന്ന ചില വീഴ്ചകളാണ്.
ദളിത് വിഭാഗത്തെ മാത്രം ബന്ധപ്പെട്ടല്ല പറയുന്നത്, അത് പിന്നാക്കക്കാരാവാം, മുസ്ലിങ്ങളാണ്. അവിടെ ഞാൻ ഒരു പൊതു നിരീക്ഷണം എനിക്ക് പറയാനുള്ളത്, നമ്മുടേത് ഒരു പാർലമെൻ്ററി ഡെമോക്രസിയാണ്. വളരെ വികസിതമായ വിദ്യാഭ്യാസപരമായ നിലവാരവും രാഷ്ട്രീയമായ അവബോധവും ലോക നിലവാരത്തിലുള്ള പല നിലയ്ക്കുള്ള വികസനവും ഒക്കെ അവകാശപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. മാത്രമല്ല, ഡെമോക്രസിയുടെ ഒരു 10-75 വർഷക്കാലം പിന്നിടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഗവൺമെൻറ്റുകൾ ജാതി മത ഭേദമന്യേ ഭരണനിർവഹണത്തിനകത്ത് അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനകത്ത് പൊളിറ്റിക്കൽ എക്കണോമിയെ കൈകാര്യം ചെയ്യുന്നതിനകത്ത് എല്ലാ വിഭാഗങ്ങളോടും നീതി പുലർത്താനുള്ള ഭരണഘടനാപരമായ ഒരു ധാർമ്മികത ഭരണകൂടങ്ങൾക്കുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഭരണകൂടം ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ, നീതിയുടെ വിതരണവും എല്ലാ വിഭാഗങ്ങൾക്കും ആനുപാതികമായ പ്രാതിനിധ്യവും വിഭവങ്ങളിലും അധികാര പങ്കാളിത്തത്തിലും മറ്റെല്ലാ മണ്ഡലങ്ങളിലും വകവെച്ച് കൊടുക്കുന്ന ഒരു പ്രാക്ടീസിൻ്റെ അഭാവത്തിൽ നമ്മൾ പറയേണ്ടി വരികയാണ്, നിങ്ങൾ സംഘടിതരാണെങ്കിൽ മാത്രമേ ബാർഗെയിൻ ചെയ്യാനും സംഘടിതമായി പ്രഷർ ക്രിയേറ്റ് ചെയ്യാനും പിടിച്ചു വാങ്ങാനും ശേഷിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവഗണിക്കപ്പെടും എന്ന് പറയുന്ന ഒരു വസ്തുതയെ ജനാധിപത്യത്തിലെ ദൗർബല്യമായി നമുക്ക് അംഗീകരിക്കേണ്ടി വരികയാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർ പ്രിവിലേജഡാണ്. ഉദാഹരണം, ഇവിടുത്തെ ജാതി വ്യവസ്ഥയ്ക്കകത്ത് കേരളത്തിലെ വരേണ്യ വിഭാഗങ്ങൾ, ഒന്നാമത് കേരളത്തിൻ്റെ അധികാര ഘടനയിൽ ഏറ്റവും സ്വാധീനമുള്ള സമൂഹങ്ങൾ ബ്രാഹ്മിൺസാണ്. ജനസംഖ്യ വളരെ കുറവാണെങ്കിലും കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലങ്ങളിൽ അവരുടേതായ ആധിപത്യം അവർ പുലർത്തുന്നു. അത് സംഘടിത ശക്തിയുടെ അടിസ്ഥാനത്തിലല്ല, ജാതിയുടെ പ്രിവിലേജ് മൂലമാണ്. കേരളത്തിൻ്റെ വിഭവങ്ങളിലും അതേപോലെ മറ്റ് അധികാര തരത്തിലും ഏറ്റവും അധികം പ്രാതിനിധ്യം ജനസംഖ്യയുടെ 4-5 ഇരട്ടി റെപ്രസെൻറ്റേഷൻ വെച്ച് പുലർത്തുന്ന ഒരു സമുദായം NSS ആണ്. അവർ ജനസംഖ്യ ഒരു 9-10% അതിൻ്റെ 3-4 ഇരട്ടി പ്രാതിനിധ്യം MLA മാർ എന്ന നിലയിലോ അതുമല്ലെങ്കിൽ ക്യാബിനറ്റ് പദവികളിലോ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അതേപോലെ കേരളത്തിലെ സിറിയൻ ക്രൈസ്തവ വിഭാഗം ഇതേപോലെ തന്നെയാണ്. അവരുടെ ജനസംഖ്യയേക്കാൾ ഇരട്ടിയോ അതിൽ കൂടുതലോ പ്രാതിനിധ്യം അവർ കൈവശം വെക്കുന്നു. ഇതാണ് ഒരവസ്ഥ. അപ്പോൾ ഇത്തരത്തിലൊരു സംഘടിതമായ ഡോമിനൻസ് ദളിതർക്ക് പുലർത്താൻ കഴിയുന്നില്ല. കാരണം ജാതി വ്യവസ്ഥയുടെ ഫലമായി തന്നെ വളരെ പ്രിവിലേജഡായിട്ടുള്ള ഡോമിനൻ്റായിട്ടുള്ള തലമുറകളായി സ്വത്തും വിഭവങ്ങളും ജാതിയുടെ പേരിൽ കൈവശം വെച്ച വിഭാഗങ്ങളുടെ സമാനമായ സ്വാധീനം ദളിതർക്കില്ല എന്ന് മാത്രമല്ല, ഈ ജാതി വ്യവസ്ഥയുടെ ഫലമായി ദളിതരാകട്ടെ വളരെയധികം അസംഘടിതരായിട്ടാണ് ഇപ്പോഴും തുടരുന്നത്. അവർ സാമുദായിക സംഘടനകളിലുമാണ്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രഷർ കേരളത്തിലെ ദളിതരെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ദളിത് പൊളിറ്റിക്കൽ ഫാക്ടറായി, ഒരു സോഷ്യൽ ഏജൻസിയായി കേരളത്തിലെ ദളിത് സമൂഹത്തെ അംഗീകരിക്കുകയും അവരെ എംപവർ ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു ഇഗാലിറ്റേറിയൻ പൊളിറ്റിക്സ് നമ്മുടെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുമില്ല. അതുകൊണ്ട് ഈ നമ്മുടെ പൊതു സാമൂഹിക ഉത്തരവാദിത്വം ഇതിനകത്തുണ്ട്. അതേസമയം ഈ സമൂഹങ്ങൾ ഇനിയും ഒരു പൊളിറ്റിക്കൽ കൺസോളിഡേഷനിലേക്ക് വരാത്തത് ഇതിന് പ്രധാനപ്പെട്ടൊരു കാരണവുമാണ്. ഇപ്പോൾ മുസ്ലിം വിഭാഗങ്ങൾ നമുക്കറിയാം, കേരളത്തിലൊരു പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലൊന്നാണ്, മതന്യൂനപക്ഷ വിഭാഗങ്ങളിലൊന്നാണ് മുസ്ലിങ്ങൾ. നോക്കിക്കഴിഞ്ഞാൽ 3 പാർട്ടികളിലായിട്ട് 5 പാർട്ടികളൊക്കെ ആയിട്ടാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് ഇടപെടാൻ ശ്രമിക്കുന്നത്. ഉദാഹരണം ILN ഉണ്ട്, ലീഗുണ്ട്, അതേപോലെ PDP, വെൽഫെയർ പാർട്ടി, അതുപോലെ SDP. തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. എങ്കിലും ഒരു രാഷ്ട്രീയത്തെ നേരിടുന്നതിനുള്ള, അധികാരത്തെ നേരിടുന്നതിനുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കാണുന്നത്. ഞാൻ വളരെ പോസിറ്റീവായ അർത്ഥത്തിലാണ് ഞാനതിനെ കാണുന്നത്. ഈ ഒരു ശ്രമം മുസ്ലിം ഗ്രൂപ്പുകളിൽ നിന്ന്, മുസ്ലിം സംഘടനകളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതിന് സമാനമായൊരു കാര്യം നമ്മൾ 18% വരുന്ന, നേരത്തെ പറഞ്ഞ പോലെ 18% വരുന്ന ദളിതരും ആദിവാസികളും ദളിത് ക്രൈസ്തവർക്ക് കൂടി ചേർന്ന ഇത്രയും വലിയൊരു വിഭാഗമാണ്. 18 എന്ന് പറഞ്ഞാൽ വലിയൊരു വിഭാഗമാണ്. നായന്മാരൊക്കെ വലിയ ഗ്രൂപ്പാണ്. എന്നിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനായിട്ട് ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അധികാരവുമായി വിലപേശാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സാധിച്ചില്ല. എന്തുകൊണ്ടാണ് ദളിത് സംഘടനകൾക്ക് അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിന് അത്തരം നീക്കം നടത്താൻ കഴിയാത്തത്? മുസ്ലിം വിഭാഗത്തിന് പരിധിവരെയെങ്കിലും അതിനിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇസ്ലാമോഫോബിയയുടെ ഒരു വലിയൊരു വംശീയ ആക്രമണം അവർക്ക് നേരിട്ടുണ്ട്. എന്നിട്ട് പോലും അവർക്ക് അത് ഒരു പരിധിവരെ സാധിക്കുന്നുണ്ടെങ്കിലും ദളിത് വിഭാഗത്തിന് സാധിക്കുന്നില്ല. ദളിത് വിഭാഗത്തിന് മാത്രമല്ല പിന്നാക്കക്കാർക്ക് സാധിക്കുന്നില്ല, യാഥാർത്ഥ്യമാണ്. ദളിത് വിഭാഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അതിനെ സാധിക്കാതെ വരുന്നത്? ഇതിലൊന്ന്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ സാമൂഹ്യ ഘടന എന്ന് പറയുന്നത് ഒരു ജാതി ഘടനയാണ്. ഈ ജാതി ഘടനയുടെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ കേരളത്തിലെ ദളിത് സമൂഹം വിദ്യാഭ്യാസത്തിലേക്കും മറ്റ്
തലങ്ങളിലേക്കും ഒക്കെ പ്രവേശിച്ചു വന്നതുപോലും ഒരു അയ്യൻകാളിയൻ അംബേദ്കർ അനന്തര കാലഘട്ടത്തിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഉയർന്നു വന്നത്. ഏതാണ്ട് 1980-90കളിലേക്ക് വരുമ്പോഴാണ് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ജനറേഷൻ കേരളത്തിൽ ശക്തമായി ഉയർന്നു വരുന്നത്. ഉദ്യോഗസ്ഥർ എന്ന നിലയിലും അല്പം വരുമാനമുള്ളവരുമായ ഒരു എലൈറ്റ് ക്ലാസ് ഈ സമൂഹത്തിൽ നിന്ന് വരുന്നത്. അങ്ങനെ വരുമ്പോൾ വളരെ വൈകിയാണ്. നേരെ മറിച്ച് നേരത്തെ തന്നെ സംഘടിതമായ സ്വാധീനമുള്ള പ്രിവിലേജ്ഡ് ജാതികൾ അവരുടെ കയ്യിലാണ് അധികാരവും വിഭവങ്ങളും എല്ലാം അന്നും ഇന്നും ഇരിക്കുന്നത്. ദലിതരെ സംബന്ധിച്ചിടത്തോളം സംവരണത്തിൻ്റെ പഴുതിലൂടെയാണ്, മറ്റവർക്ക് പ്രവേശിക്കാതൊരു മാർഗവുമില്ല. അവർ ഏകദേശം പൊതുമണ്ഡലത്തിലേക്ക് വന്നത്. അപ്പോഴും കൃത്യമായ ഭൂമിയുടെ ഉടമസ്ഥതയോ മറ്റു തരത്തിലുള്ള മൂലധന രൂപങ്ങളോ മറ്റ് വിഭവ പങ്കാളിത്തമോ ദലിതർക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അപ്പോൾ അത്രത്തോളം വലിയ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ദലിതർ ജീവിക്കുന്നത്. അപ്പോൾ തന്നെ കേരളത്തിലെ ദലിതരിൽ നിന്നുമുള്ള സംഘടിത മുന്നേറ്റങ്ങളുണ്ടായത്. ഇപ്പോൾ ഒരുപക്ഷെ 1980കൾ വരെയും ദലിതർ വ്യത്യസ്തങ്ങളായ ജാതി സംഘടനകൾക്കകത്താണ് സംഘടിച്ചു വന്നത്. ആ ജാതി സംഘടനാ രൂപങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ പുറത്തേക്കുള്ളൊരു കോമൺ ഐഡൻറ്റിറ്റിയിലേക്ക്, ഒരു ദലിത് സ്വത്വത്തിലേക്ക്, അംബേദ്കർ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ദലിതർ ഏകീകരിക്കപ്പെടാൻ തുടങ്ങുന്നതും അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ, സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് 90കളിലാണ്. ഈ 90കളിൽ തന്നെ ചെറിയ നിലയ്ക്കുള്ള രാഷ്ട്രീയ പ്രവേശനത്തിന് ദലിതർ ശ്രമിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് കേരളത്തിൽ ഒരുപക്ഷെ പോൾ ചെറുക്കരോട് സാർ, അല്ലെങ്കിൽ നമുക്ക് കല്ലറസ് കുമാർ, പ്രശസ്തനായ ബഹുമാന്യനായ കല്ലറസ് കുമാർ സാറിൻ്റെയും പോൾ ചെറുക്കരോട് സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ 80കളുടെ ഒടുവിൽ ഇന്ത്യൻ ലേബർ പാർട്ടി ILP എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അവരിടപെടാൻ നോക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ഈ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു വരുന്നത് എപ്പോഴും നമുക്കറിയാം, ദക്ഷിണ കേരളത്തിലെ ഈ സംഘടിത സമുദായങ്ങൾ എന്ന നിലയിൽ ഒന്നാമതായി NSSഉം രണ്ടാമതായി ക്രൈസ്തവ സഭകളും പ്രധാനമായിട്ട് ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ നിയന്ത്രണവും ഈ ജാതി സംഘടനകളുടെ സമുദായങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ഘടകമായി ILPയെ അക്സെപ്റ്റ് ചെയ്യാനോ ചേർത്ത് നിർത്താനോ കേരളത്തിലെ 2 പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായില്ല. അതുകൊണ്ട് ILPക്ക് ആ നിലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അതിനുശേഷം ഏതാണ്ട് 90കളിൽ വരുന്ന മറ്റൊരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപക്ഷെ ബഹുജൻ സമാജ് പാർട്ടിയുടെ വരവാണ്. അത് UP യിൽ നിന്നും ആരംഭിക്കുകയും ഏതാണ്ട് അതിൻ്റെ സ്വാധീനം കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ ഒരു പക്ഷേ ഇന്ത്യയിലെമ്പാടും ഈ ഒരു സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ ഫലമായി അംബേദ്കർ ഐഡിയോളജിയും ദലിത് അവബോധവും ദലിത് സാഹിത്യവും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ സമൂഹം രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി എമർജ് ചെയ്ത് വരുന്നൊരു കാലഘട്ടമാണ് ഈ 90കൾ എന്ന് പറയുന്നത്. 90ക്ക് ശേഷമുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ബഹുജൻ സമാജ് പാർട്ടി ഒരു വലിയ പ്രതീക്ഷയായി കാൻഷാമിൻ്റെ നേതൃത്വത്തിൽ അത് UP യിൽ രൂപം കൊള്ളുകയും അത് ഇന്ത്യയിലെമ്പാടും വ്യാപിച്ചു വരുമ്പോൾ കേരളത്തിലും BSP വരുന്നുണ്ട്. ഒരു പരിധിവരെ കേരളത്തിൽ നല്ലൊരു ശതമാനം ദലിത് മധ്യവർഗം എന്ന് വിളിക്കാവുന്ന ദലിത് ഉദ്യോഗസ്ഥന്മാരും അതേപോലെ ദലിതരായിട്ടുള്ള സാധാരണക്കാരും കഴിഞ്ഞ 10-35 വർഷക്കാലമായി ബഹുജൻ സമാജ് പാർട്ടിയെ പ്രതീക്ഷയോടെ കാണുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ BSPയെ പോലുള്ള കാൻഷിറാമിനെ പോലുള്ളൊരു സയൻറ്റിസ്റ്റ് നേതൃത്വം കൊടുക്കുകയും ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത് അധികാരത്തിൽ വരികയും ആ അധികാരത്തിൽ ഏതാണ്ട് 3 പ്രാവശ്യം തുടരുകയും ചെയ്യാൻ കഴിഞ്ഞ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാന്നിധ്യത്തിൽ വേറൊരു രാഷ്ട്രീയ പരീക്ഷണത്തിന് നിൽക്കാതെ BSPയിൽ വലിയ നിലയിലൊരു പ്രതീക്ഷ ജനിപ്പിച്ചിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ സാമൂഹ്യമായ യാഥാർത്ഥ്യങ്ങളുടെയും പാർട്ടി പരിമിതികളുടെയും ഒക്കെ ഫലമായിട്ടായിരിക്കാം പ്രതീക്ഷാ നിർഭരമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് എന്തെങ്കിലും അടയാളപ്പെടുത്താനോ ആ നിലയ്ക്ക് ഒരു പൊളിറ്റിക്കൽ എംപവർമെൻറ്റ് കൈവരിക്കാനോ കേരള നിയമസഭയിലോ ഇനി അതോ അല്ലെങ്കിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലോ ഒക്കെ വേണ്ട രീതിയിലുള്ള ഒരു സാന്നിധ്യം ഉണ്ടാക്കാനോ ബഹുജൻ സമാജ് പാർട്ടിക്ക് കഴിയാതിരുന്നതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മുന്നണി രാഷ്ട്രീയത്തിന് പ്രശ്നമായിരിക്കും. അതായത് കേരളത്തിലൊരു 2 മുന്നണികളിലാണ്, 2ലും ഈ പറഞ്ഞ പോലെ സവർണർക്കാണ് പ്രാതിനിധ്യമുള്ളത്. വേറെ ഈവൻ BJPക്ക് പോലും ഈ മുന്നണി രാഷ്ട്രീയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ തുളച്ചു കയറിയിട്ട് വേറെ ഒന്ന് സ്ഥാപിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം തന്നെയായിരിക്കും ഒരുപക്ഷെ ഇത് കേരളത്തിലെ ഒരു തരത്തിലത്. ഇപ്പം കേരളത്തിന് പുറത്ത് പാർട്ടികൾ എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ ഫ്രിക്ഷൻ ഉള്ളത്. വ്യത്യസ്ത പാർട്ടികൾ, ആ പാർട്ടികളുടെ നേതൃസ്ഥാനത്ത് കൃത്യമായും വരേണ്യ വിഭാഗങ്ങളുണ്ടെങ്കിൽ പോലും വ്യത്യസ്ത പാർട്ടികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടികൾ എന്നതിനേക്കാൾ അധികം കേരളത്തിൽ ഈ പാർട്ടികളെ സ്വാധീനിക്കുന്ന സമുദായങ്ങൾക്കാണ് പ്രധാനം.
അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികളെ കൃത്യമായി നിയന്ത്രിക്കുന്നത് സംഘടിത സമുദായങ്ങളാണ് ഒന്ന്. രണ്ട്, ഈ സംഘടിത സമുദായങ്ങൾ താല്പര്യങ്ങളനുസരിച്ച് ഇങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടുമുള്ള ഒരാവർത്തനമാണ് കേരളത്തിൽ കഴിഞ്ഞൊരു 10-45 വർഷമായി നടന്നു വരുന്നത്, 50 വർഷത്തോളമായി. അപ്പോൾ ഈ മുന്നണി രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഘടിത വോട്ട് ബാങ്കുകളാണ് അവർ ആശ്രയമാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള വോട്ടിൻ്റെ കാര്യത്തിൽ അസംഘടിതരായ ദലിതർ അവരുടെ മുമ്പിൽ ഒരു ചലഞ്ചല്ല. അസംഘടിതരായിട്ടുള്ള ഇവിടുത്തെ മറ്റ് ആദിവാസി വിഭാഗങ്ങൾ അവരുടെ മുമ്പിൽ പ്രശ്നമല്ല. സംഘടിത ഈ വരേണ്യ സമൂഹങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടും അവർക്ക് വഴിവിട്ട ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തുകൊണ്ടും അധികാരത്തെ കൈകാര്യം ചെയ്യാമെന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് കേരളത്തിൽ. അങ്ങനെ ഒരു നറേറ്റീവാണ്. കേരളത്തിൽ ഏറ്റവും അധികം വോട്ടർമാർ NSS ആണെന്ന് ചോദിച്ചാൽ അല്ല, പോപ്പുലേഷൻ 10% താഴെയാണ്. പക്ഷേ അവരാണ് കേരളത്തിൽ ആര് ഭരിക്കണം തീരുമാനിക്കുമെന്ന് പറയുന്ന ഒരു പൊതുബോധം കേരളത്തിൽ വളരെ കൃത്യമായി നിർമ്മിച്ചു വച്ചിരിക്കുന്നു. രണ്ടാമതായി ക്രൈസ്തവർ. ഇനി ഒരു ഫാക്ടറും കൂടിയുണ്ട്. NSS കേരള രാഷ്ട്രീയത്തിൽ അവരുടെ സംഘടിതമായ ജാതി പ്രിവിലേജ് കൊണ്ട് പിടിമുറുക്കുന്നു. കേരളത്തിൽ പലപ്പോഴും മുഖ്യമന്ത്രി പദവിയിലേക്കും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകളും എല്ലാം അവർ കൈകാര്യം ചെയ്യുന്നു. രണ്ടാമത് ക്രൈസ്തവർ എന്ന നിലയിൽ കേരളത്തിൽ നമുക്കറിയാം 2 മുന്നണികളുടെയും നേതൃസ്ഥാനങ്ങളിൽ ഉയർന്ന പദവികളിൽ ക്രൈസ്തവർ വരുന്നുണ്ട്. UDF-ലാണെങ്കിൽ മുഖ്യമന്ത്രി പദവിയിലും ക്രൈസ്തവർ മാറി മാറി വന്നിട്ടുണ്ട്. അതിനൊപ്പം കേരള കോൺഗ്രസ് പോലുള്ള മറ്റ് രൂപങ്ങളിലൂടെയും അവർ കൂടുതൽ അധികാരം അവർ കൈക്കലാക്കുമ്പോൾ ഈ ഭാഗത്ത് ദളിതരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു നിഷേധാത്മകമായ സമീപനമാണ് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഒരുപക്ഷെ ഈ 2 മുന്നണികളെന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയം പുതിയ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ ഫോർമുലകൾക്ക് രാഷ്ട്രീയ പക്ഷങ്ങൾക്ക് അക്കൗണ്ട് തുറക്കാനും പ്രാതിനിധ്യം നേടിയെടുക്കാനുള്ള ഒരു തടസ്സമാണ്. താങ്കൾ പറഞ്ഞ നിരീക്ഷണം വളരെ ശരിയാണ്. ഞാനതിൽ വേറൊരു രസകരമായൊരു കാര്യം 2 സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ഈ നമ്മളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്ന സമയത്ത് ഓർത്തഡോക്സ് സഭയുടെ ഒരു പല ഗ്രൂപ്പുകളുണ്ടല്ലോ, ക്രിസ്ത്യൻ സഭകൾക്കിടയിൽ അവരെ തന്നെ നേതൃത്വത്തിൽ പല ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ ഞാൻ കണ്ടൊരു ഒരു ആഹ്വാനം എന്താണെന്ന് വെച്ചാൽ, ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ള പല സ്ഥാനാർത്ഥികൾ ലിസ്റ്റിലിട്ട് നമ്മൾ ജയിപ്പിക്കേണ്ട സ്ഥാനാർത്ഥി. ആ ലിസ്റ്റ് നോക്കിയപ്പോൾ പരിശോധിച്ച് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൽ LDF ഉണ്ട്, UDF ഉണ്ട്, ND അടക്കമുണ്ട്. ഈ ആളുകളൊക്കെ ജയിപ്പിക്കണം എന്നാണ് അവർ പറയുന്നത്. ഇനി മറ്റൊരു ഇൻസിഡൻറ്റ്, NSSൻ്റെ നേതാവ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെതിരെ ഉന്നയിച്ചൊരു ആക്ഷേപം, വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ എൻ്റെ ഓഫീസിലേക്ക് അദ്ദേഹത്തിൻ്റെ മകനെ പറഞ്ഞയച്ചു. കൂട്ടത്തിൽ BJP-കാരുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് BJP-കാരെ കാണാൻ താല്പര്യമില്ല. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ NSSൻ്റെ നേതാവിനെ സംബന്ധിച്ചിടത്തോളം NSSൻ്റെ അഭിപ്രായം അനുസരിച്ച് LDF UDF-ൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അവർ രണ്ടുപേരും തള്ളിക്കൊണ്ട് ഞങ്ങൾക്കൊരു BJP-യെ കൂടെ നിർത്താൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ഈ 2 സ്ഥലത്തും സ്വാധീനമുണ്ടെന്നാണ് അവർ പറഞ്ഞു വരുന്നൊരു കാര്യം. നമുക്ക് മനസ്സിലാക്കാൻ വായിക്കാവുന്ന ഒരു കാര്യം, അവർക്ക് 2 ഇടത്തും സ്വാധീനമുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ഓർത്തഡോക്സുകാർ പറഞ്ഞ പോലെ അവർക്ക് 3 ഇടത്താണ് സ്വാധീനം. അപ്പോൾ ഈ രീതിയിലാണ് ഈ മുന്നണികളെ ഒരേ സമയം നിലനിർത്തുന്ന ഒരു സാമുദായിക രാഷ്ട്രീയമാണ് സവർണ വിഭാഗങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആ സമയത്ത് നമ്മൾ കീഴാള വിഭാഗങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ അവർ ഇവരുടെ എല്ലാവരും വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിരീക്ഷണത്തെ എങ്ങനെയാണ് ഇന്നിത് ഈ ഇത്തരം സംഘടിത സമുദായങ്ങൾക്ക് പാർട്ടിക്ക് അതീതമായ അവരുടെ താല്പര്യങ്ങളാണ് പ്രധാനം. അവർക്ക് മുന്നണികളല്ല പ്രശ്നം, അതിനേക്കാൾ അവരുടെ സമുദായ താല്പര്യങ്ങളാണ്. സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇതേപോലെ എല്ലാവരെയും മാനേജ് ചെയ്യുന്ന കാര്യത്തിലും എല്ലാവരോടും പബ്ലിക് റിലേഷൻ നിലനിർത്തുന്ന കാര്യത്തിലും സ്റ്റേറ്റുമായും സ്റ്റേറ്റിനെ രൂപപ്പെടുത്തുന്ന പാർട്ടികളോടൊക്കെയുള്ള പലതരത്തിലുള്ള മീഡിയേഷൻ്റെ കാര്യത്തിലും അവർ വളരെ മുന്നിലാണ്. നേരെ മറിച്ച് അത്തരത്തിലൊരു സ്റ്റേറ്റ് മീഡിയേഷനോ ഈ പൊളിറ്റിക്കലായിട്ടുള്ള പബ്ലിക് റിലേഷനോ കേരളത്തിലെ ദലിത് സമൂഹം ഇപ്പോഴും പുലർത്തുന്നില്ല എന്നതാണ്. ഈ അവകാശ നിഷേധങ്ങളുടെ പേരിൽ ഒരുപക്ഷെ തെരുവിൽ പ്രക്ഷോഭങ്ങൾ ഉയർത്തുകയും നിവേദനങ്ങൾ കൊടുക്കുന്നതിനപ്പുറം കുറച്ചുകൂടെ പാർട്ടികളെയും അതേപോലെ സ്റ്റേറ്റിനെയും മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ, മീഡിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴും ഈ ദലിത് ആദിവാസി സമൂഹങ്ങൾ വേണ്ടത്ര മുന്നോട്ട് വന്നിട്ടില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ 2001 UDF ഗവൺമെൻറ് കാലത്ത് ഞാനൊക്കെ നേതൃത്വം കൊടുക്കുന്ന കേരള ദലിത് പ്രസ്ഥാനം UDF-നെ പിന്തുണയ്ക്കുകയും അന്നത്തെ ഗവൺമെൻറ്റിനോട് കുറച്ചുകൂടെ ഈ നിലയ്ക്ക് അടുത്തിടപഴകുകയും പല നിലയ്ക്കും അധികാര മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഇടപെടുകയും ചെയ്തിരുന്നു. പക്ഷേ അന്നേരം സ്വാഭാവികമായും ഈ പാർട്ടികളോടുള്ള അകൽച്ചകൾ, ആ പാർട്ടികൾ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സർക്കാരുകളോടും കൂടിയുള്ള അകൽച്ചകളായിട്ടാണ് ദലിതർ കാണുന്നത്.
അതുകൊണ്ട് CPM എന്ന് പറയുന്ന പാർട്ടിയോട് വിരോധമുണ്ടെങ്കിൽ അവർ പിന്നെ CPM ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റുമായിട്ട് ഒരു പബ്ലിക് റിലേഷൻ പോവുകയില്ല. ഗാന്ധിസത്തിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ ചരിത്രത്തിൽ അംബേദ്കർ ഗാന്ധി സംവാദങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ക്രിറ്റിസം ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഇപ്പോഴും പരമ്പരാഗതമായ ഒരു ദളിത് പ്രസ്ഥാനം, ദളിതരുടെ രാഷ്ട്രീയം എല്ലാ കാലവും ഒരു ഗാന്ധി വിരുദ്ധമായിരിക്കണം, കോൺഗ്രസ് വിരുദ്ധമായിരിക്കണം തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയവും ഇവിടെയുണ്ട്. അപ്പം എന്നാൽ അംബേദ്കർ അങ്ങനെ ആയിരുന്നില്ല. ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടും നെഹ്റുവിൻ്റെ നയങ്ങളോട് വിയോജിച്ചുകൊണ്ടും, പക്ഷേ 45-ൽ വാട്ട് കോൺഗ്രസ് ആൻഡ് ഗാന്ധി ഹവ് ഡൺ ടു ദി അൺടച്ചബിൾസ് എന്ന പുസ്തകം എഴുതിയ അംബേദ്കർ 46-ലെ നെഹ്റുവിൻ്റെ ഇടക്കാല ഗവൺമെൻറ്റിൽ നിയമമന്ത്രിയാവുകയും അങ്ങനെ അധികാരത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടെ നമ്മളിപ്പോഴും ഇമോഷണലായി ഈ പറയുന്ന പാർട്ടികളുടെ പക്ഷത്താണ് നിൽക്കുന്നത്. ഒരു പാർട്ടി പക്ഷത്ത് നിന്നാൽ മറ്റൊരു പാർട്ടിയെയോ അവർ ഭരിക്കുന്ന ഒരു സംവിധാനത്തെയോ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതിരിക്കുന്ന പ്രശ്നമുണ്ട്. അപ്പം മറ്റ് സംഭവങ്ങൾ കുറച്ചുകൂടെ പൊളിറ്റിക്കലി മെച്യൂരിറ്റി കൈവരിച്ചിരിക്കുന്നു. ആ നിലയ്ക്കുള്ളൊരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി ഈ പറയുന്ന പാർട്ടിക്ക് അതീതമായി ഗവൺമെൻറ്റുകളെ കൈകാര്യം ചെയ്യാനോ മുന്നണികൾക്ക് അതീതമായി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾക്കോ വേണ്ട രീതിയിൽ ഇപ്പോഴും ദലിതർ കരുത്ത് നേടിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഇപ്പോൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം മുമ്പേ താങ്കൾ പറഞ്ഞതുപോലെ സണ്ണി കബിക്കാടിൻ്റെ സ്ഥാനാർത്ഥിത്വം, അതുമല്ലെങ്കിൽ CK ജാനുവിനെ കേരളത്തിലെ ഇപ്പം UDF അവരുടെ ഒരു അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുത്ത് അംഗീകരിച്ചു. അതൊരു വലിയ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്സാണ്. പക്ഷേ ജാനുവിന് എന്തുകൊണ്ട് 2 ആദിവാസി സംവരണ മണ്ഡലങ്ങളുണ്ടല്ലോ, മാനന്തവാടിയുണ്ട്, ബത്തേരിയുണ്ട്. സ്വാഭാവികമായിട്ടും ജാനുവിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള എല്ലാ അർഹതയും ജാനുവിനില്ലേ? മറ്റാരേക്കാളും അത്രത്തോളം വലിയ സമരാനുഭവമുള്ള ജാനുവിൻ്റെ പാർട്ടിക്ക് JRPക്ക് ഒരു സീറ്റ് കൊടുക്കാമായിരുന്നു. അതൊരു UDF ഒരു നേതാവ് പോലും ഇത്രയ്ക്ക് പരിസമ്പന്നയായിട്ട് ഒരാളില്ല. ജാനുവിന് സമാനമായ ഒരാൾ പോലും UDF ഇല്ല. പക്ഷേ അത് കൊടുത്തില്ല എന്നുള്ളതാണ്. പിന്നെ സണ്ണിയുടെ കാര്യത്തിൽ ഏതാണ്ട് സണ്ണിക്ക് ഒരു സീറ്റ് കിട്ടിയും വൈക്കം സീറ്റ് ഏതാണ്ട് ഉറപ്പാക്കിയതുപോലെ കേരളത്തിൽ പ്രചരണം വന്നപ്പോഴൊന്നും UDF നേതൃത്വം തള്ളി പറഞ്ഞില്ല. പ്രധാനപ്പെട്ട കാര്യം അതാ, ഞങ്ങൾ ഓഫർ കൊടുത്തില്ല എന്നവർ പറയുമ്പോൾ നമ്മുടെ ചോദ്യം, ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ശക്തിപ്പെടുകയും വൈക്കത്തെ സ്ഥാനാർത്ഥിയാണെന്ന നിലയിലുള്ള വലിയ പ്രചരണങ്ങൾ വന്നപ്പോൾ UDF നേതൃത്വം ഞങ്ങളങ്ങനെ തീരുമാനിച്ചിട്ടില്ല, ഇത് എന്തുകൊണ്ട് നിഷേധിച്ചില്ല, പറഞ്ഞില്ല. അവസാനം സീറ്റ് നിഷേധിക്കപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ സന്ദർഭത്തിലാണ് ഞങ്ങളങ്ങനെ പറഞ്ഞില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ല, അവർക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ ആദ്യമേ അവർ പറയണമായിരുന്നു. അപ്പം ഇവിടെ ഒരു പ്രശ്നം മുമ്പേ പറഞ്ഞതുപോലെ സണ്ണിക്ക് സീറ്റ് കൊടുത്താൽ എന്താണ് കോൺഗ്രസ്സുകാരെ തന്നെ ഏത് കോൺഗ്രസ്സുകാരെ എതിർക്കുന്നത്? അപ്പോൾ കോൺഗ്രസ് അല്ല, കേരളത്തിൽ സണ്ണിക്കെതിരെ ഉയർന്നു വന്നൊരു വിമർശനം NSSനെയും അതേപോലെയുള്ള ജാതി വ്യവസ്ഥയും ഒക്കെ വിമർശിച്ച ഒരാളാണ്. അതുകൊണ്ട് കേരളത്തിലെ പ്രബലമായ സംഘടിത മേഖല സമൂഹങ്ങൾ NSSും മറ്റും എതിർക്കുമെന്നാണ്. NSSൻ്റെ എതിർപ്പ് കോൺഗ്രസിൻ്റെ എതിർപ്പായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിനെ എപ്പോഴും നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള ജാതി താല്പര്യങ്ങൾ വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് എന്നതുകൊണ്ടാണ്. എന്താണെങ്കിലും കേരളത്തിലെ 2 മുന്നണികളോടും അക്കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ UDFന് സപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു കാര്യം കേരളത്തിലെ 2 മുന്നണികളും ദലിതർക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം കൊടുക്കുന്ന കാര്യത്തിൽ ഒരേ സമീപനമാണ്, ദലിത് ആദിവാസി വിരുദ്ധ സമീപനമാണ്. അതിനുദാഹരണം നിങ്ങൾ നോക്ക്, കേരളത്തിലെ ഏതെങ്കിലും ഒരു സംവരണ മണ്ഡലം 16 എണ്ണമുണ്ട്. ഈ 16 സംവരണ മണ്ഡലമല്ലാതെ എന്തുകൊണ്ട് വർഷങ്ങളായി കോൺഗ്രസിലും CPMലും ഇതര പാർട്ടികളും പ്രവർത്തിക്കുന്ന കാര്യക്ഷമതയുള്ള നേതൃപാഠവുമുള്ള അനുഭവ സമ്പത്തുള്ള ഒരു ദളിത് രാഷ്ട്രീയക്കാരനെ പോലും ഒരു ജനറൽ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാത്തതിന് ന്യായം എന്താണ്? KR നാരായണൻ അവസാനം പോലും സംവരണ മണ്ഡലമല്ലേ കൊടുത്ത ഒറ്റപ്പാലത്ത്? പൂനെയിൽ VR ശിവരാജന് ഒരു പ്രാവശ്യം CPM ഒന്ന് പരീക്ഷിച്ചു, അയാൾ തോറ്റുപോയി. നേരെ മറിച്ച് തളിപ്പറമ്പിൽ CKP പത്മനാഭൻ നിന്നില്ലേ, അദ്ദേഹം ജയിച്ചു. അപ്പോൾ ജനറൽ മണ്ഡലം കൊടുക്കാവുന്നതാണ്. ഇക്കാര്യത്തിൽ കേരളത്തിലെ എല്ലാ പാർട്ടികളും ദളിതരെ പൊതുമണ്ഡലങ്ങളിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നു. ഇനി UDF പറഞ്ഞൊരു നയമുണ്ടല്ലോ, VD സതീശൻ പറഞ്ഞൊരു നയമുണ്ടായിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചില സാമൂഹ്യ വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കിയത് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഒരു നയം, രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ഉണ്ട്. മല്ലികാർജ്ജുന ഖാർഗെയെ പോലുള്ള ഒരു ദലിതൻ, ഒരു അംബേദ്കറൈറ്റ്, ബുദ്ധിസ്റ്റ് കർണാടകയിൽ നിന്നും വളർന്ന് ഇന്ന് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സമന്വയ നേതാവായ അധ്യക്ഷ പദവിയിലോളം എത്തിയിരിക്കുന്നു. ഈ നിലയിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം മാറിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ സുശീൽ കുമാർ ഷിൻഡെ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായില്ലേ? മല്ലികാർജ്ജുന ഖാർഗെ പോലുള്ള ആൾക്കാർ പ്രധാനപ്പെട്ട വകുപ്പുകൾ കർണാടക ഗവൺമെൻറ് ഭാഗത്ത് കൈകാര്യം ചെയ്തില്ലേ? അങ്ങനെ പല സ്റ്റേറ്റുകളിലും, പഞ്ചാബിൽ ഉയർന്ന പോർട്ട്ഫോളിയോസ് ദലിതർ വഹിക്കുന്നു. ഷിബു സോറൻ ഝാർഖണ്ഡിൽ മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്നു. ബീഹാറിൽ നിതിൻ വാഞ്ചി ഇതേപോലെ ചീഫ് മിനിസ്റ്റർ പദവിയിലേക്ക് വരുന്നു. ഇങ്ങനെ വലിയ മാറ്റങ്ങൾ ഇന്ത്യയിൽ പലയിടത്തും സംഭവിക്കുന്നു. തമിഴ്നാട്ടിലടക്കം VCKയിലൂടെ കുറച്ചുകൂടെ ദലിത് എംപവർമെൻറ്റ് തിരുമാവളവൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും പാർട്ടിക്ക് പുറത്തു നിന്ന്
നല്ല 10-30 വർഷക്കാലമായി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇടപെടുന്ന ബുദ്ധിജീവികളായി, എഴുത്തുകാരായി, സംഘാടകരായി, നേതാക്കളായി എത്രയോ വ്യക്തിത്വങ്ങൾ കേരള സമൂഹത്തിലുണ്ട്. ഞങ്ങൾ ADF-ഉം ചില ലിസ്റ്റുകൾ വെച്ചുകൊണ്ട് ഇപ്പം വയനാട്ടിൽ പണിയ സമുദായത്തിൽ നിന്നുള്ള മണികണ്ഠനെ പരിഗണിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഒപ്പം പ്രധാനപ്പെട്ട ചില പേരുകൾ, ഉദാഹരണം ശ്രീരാമൻ കൊയ്യോൻ, അദ്ദേഹം കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്തു, അദ്ദേഹത്തെ അടക്കം പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടും പരിഗണന ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇത്തരത്തിൽ പാർട്ടിക്ക് പുറത്ത് പാർട്ടിക്ക് വിധേയരായി നിൽക്കുന്ന, വേണ്ടത്ര ദളിതരുടെ പ്രാതിനിധ്യത്തെ എഫക്റ്റീവായി പ്രയോഗിക്കാൻ ശേഷിയില്ലാത്ത ഈ 16 പേരുണ്ട്. ഞാൻ കുറ്റം പറയുകയല്ല. കേരളത്തിൽ നിങ്ങൾ നോക്കൂ, മുന്നണി ഭരണത്തിൻ്റെ ഭാഗമായി ഈ 19 വർഷം എടുത്ത് നോക്കിയാൽ 57 മുതൽ ദളിതർക്ക് പറയാൻ 14 പേരും ഇപ്പോൾ 16 പേരും ഉണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ദളിത് വിഷയങ്ങളിൽ പാർട്ടിക്ക് അപ്പുറത്തേക്ക് തുറന്ന് ആർജവത്തോടെ കാര്യങ്ങൾ പറയാനോ ഉന്നയിക്കാനോ ഈ 14 പേർക്കും ദളിതരുടെ പൊതു താല്പര്യത്തിന്മേൽ സംഘടിതമായി നിന്നുകൊണ്ട് ഒരു ശക്തി പ്രകടിപ്പിക്കാനോ കഴിയുന്നുണ്ടോ? ഒരു ഉദാഹരണം നോക്കൂ. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, അത് കേരളത്തിൽ നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാലോളി കമ്മിറ്റി വരാനിടയായ ഒരു സാഹചര്യം എന്താ? കേരളത്തിലെ മുസ്ലിം സംഘടനകൾ അവരുടെ അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ പ്രാതിനിധ്യത്തെ പ്രശ്നത്തിൽ സംഘടിതമായ ഒരു സമ്മർദ്ദം ചെലുത്താനും ഏകീകരിക്കാനും അവർക്ക് കഴിഞ്ഞപ്പോഴാണ് പാലോളി കമ്മിറ്റി മാറ്റം ഉണ്ടായി. ഇത് ഒരു പരിധിവരെ കേരളത്തിൽ ഈഴവരും അതേപോലെ മുസ്ലിം സമുദായവും മറ്റെല്ലാവരും പുലർത്തുമ്പോഴും ദളിതരെ സംബന്ധിച്ചിടത്തോളം ദളിതരുടെ രാഷ്ട്രീയക്കാരെന്ന നിലയിൽ ഈ സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടൊരു കളക്റ്റീവ് ബാർഗെയിനിങ്ങോ ഇടപെടലോ നടക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദളിതരുടെ ഈ റെപ്രസെൻറ്റേഷൻ്റെ പ്രശ്നം, രാഷ്ട്രീയത്തിൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആ റെപ്രസെൻറ്റേഷൻ എന്തിനു വേണ്ടിയാണ്? നയങ്ങൾ രൂപീകരിക്കുന്ന കാര്യത്തിൽ, അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന കാര്യത്തിൽ, അതേപോലെ ഭരണനിർവഹണ കാര്യത്തിൽ, അഡ്മിനിസ്ട്രേഷനകത്തും ഗവർണൻസിനകത്തും ഇടപെടുന്ന കാര്യത്തിൽ. പക്ഷേ കേരളത്തിലെ പട്ടികജാതി MPമാരെടുത്താലും MLAമാരെടുത്താലും ഗവർണൻസിനകത്ത് അവർക്ക് യാതൊരുവിധ പ്രാതിനിധ്യവുമില്ല. നയരൂപീകരണത്തിൽ വേണ്ടത്ര പങ്കാളിത്തം അവർക്കില്ല. വെറും ഒരു ഓർണമെൻ്റൽ റെപ്രസെൻറ്റേഷനാണ്. ഈ മുക്കുപണ്ട വിടുന്നത് പോലെയാണ് ദളിതരായിട്ടുള്ളവരെ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇതിനൊരു മാറ്റമായിരുന്നു ഒരു പക്ഷേ സണ്ണിയെപ്പോലുള്ളവർ, ജാനുവിനെപ്പോലുള്ളവർ വന്നിരുന്നുവെങ്കിൽ അത് നിഷേധിക്കപ്പെട്ടു എന്നതാണ്. ഇതിൽ ഈഴവരുടെ കാര്യത്തിക്ക് സംശയമുണ്ട്. കാരണം വെച്ചാൽ ഈഴവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം പോലും ഇതുവരെ ഒരാൾ പോലും ഈഴവരിൽ നിന്നുള്ള 10-30 ആളുകൾ ഇടതുപക്ഷം തന്നെ മത്സരിപ്പിക്കുന്നുണ്ട്. ഇതുവരെ ഒരാൾ പോലും സംസാരിച്ചായിട്ട് നമ്മളറിവില്ല. എന്തിനാണ് SNDP പോലും സംസാരിച്ചിട്ടില്ല. സവർണ സംവരണത്തിനെതിരെ ഇതുവരെയും SNDP വേണ്ട വിധത്തിൽ ഇടപെടലുണ്ടായിട്ട് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് അത് ഈഴവരെ ഈ വിഭാഗത്തിൽപ്പെടുത്തി എനിക്ക് തോന്നുന്നില്ല. ഒരു സാമുദായികയുടെ യുക്തി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ ഞാനതിൽ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഒരു ചോദ്യം, അതായത് നമ്മളുടെ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ കുറേ കൂടി പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു രാഷ്ട്രീയം പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. എന്നാൽ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു അഗ്രഹാര രാഷ്ട്രീയമാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒരു സവർണ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ട് ഇപ്പോൾ VD സതീശൻ പോലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ സാമൂഹ്യ വിഭാഗങ്ങളെയൊക്കെ കൂടെ നിർത്തുമെന്നൊരു പ്രസ്താവന നടത്തിയതല്ലാതെ അതിനുശേഷം അതിന് നേരിട്ട് വളരെ മോശമായ രീതിയിലാണ്. മാത്രമല്ല, അധികാരത്തിലേക്ക് എത്തുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ വലിയ മാറ്റം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഒരു നിരീക്ഷണം. അപ്പോൾ അത് വളരെ പ്രതീക്ഷ ഉണർത്തിയിരുന്നൊരു കാര്യമാണ് അദ്ദേഹം ഇത്തരം വിഭാഗങ്ങളെയൊക്കെ നമ്മൾ തന്നെ പല വീഡിയോയും പ്രതീക്ഷയോടുകൂടി ഈ ഇൻസൈറ്റിൽ തന്നെ വീഡിയോകൾ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലായി അത് നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. എന്താണോ അവർ തീരുമാനിച്ചിട്ടത് അവരുടെ പ്രതിനിധികളായിട്ടുള്ള അവർക്ക് താല്പര്യമുള്ള പ്രതിനിധികൾ മാത്രമാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയായിരിക്കുന്നു, ഇവിടെ എങ്ങനെയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ചയിൽ ഏകദേശം ഒരു ധാരണയോ? അല്ല, അതിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും ഈ പറയുന്ന ഇക്വേഷൻസ് മാറുമ്പോഴും ദളിതരെ പല നിലയിൽ, ഞാൻ മുമ്പേ പറഞ്ഞാൽ മുഖ്യമന്ത്രിമാരാകാൻ കഴിയുന്നു, വിദ്യാഭ്യാസം പോലുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു, പാർട്ടിയുടെ ഉന്നതമായ സമുന്നത നേതൃത്വങ്ങളിലേക്ക് വരുന്നു. പക്ഷേ കേരളം എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ കൃത്യമായ ജാതി കാര്യങ്ങൾ തീരുമാനിക്കുന്ന, കാസ്റ്റ് പ്രിവിലേജ് അനുസരിച്ച് മാത്രം അധികാരവും വിഭവങ്ങളും പങ്കുവെക്കുന്ന ഒരു വരേണ്യ രാഷ്ട്രീയം കേരളത്തിലുണ്ട്. അത് വളരെ ശക്തമാണ്. അത് പ്രവർത്തിക്കുന്നത് വളരെ സെറ്റിലായിട്ടുള്ള വഴികളിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ഈ അധികാരഘടനയിൽ മുമ്പേ പറഞ്ഞൊരു കാര്യത്തിലുണ്ടല്ലോ, ഇപ്പോൾ കേരളത്തിൻ്റെ പോപ്പുലേഷനിലെ സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഈഴവരാണ്. എന്നാൽ ഈഴവരുടെ പ്രാതിനിധ്യം എടുത്ത് നോക്കൂ. ക്യാബിനറ്റിൽ ഈഴവരുടെ പ്രാതിനിധ്യം ഒരിക്കലും ജനസംഖ്യയെ മാച്ച് ചെയ്യുന്നതല്ല. അപ്പോൾ ആ ഒരു പ്രാതിനിധ്യമില്ല. മുസ്ലിം പോപ്പുലേഷൻ ഏതാണ്ട് MLAമാരുടെ പദവിയുടെ അടുത്ത്, ജനസംഖ്യയ്ക്ക് അടുത്ത്, എന്നാൽ താഴെയാണ് അവരുടെ പ്രാതിനിധ്യം. ക്യാബിനറ്റിൻ്റെ പദവി നമുക്കറിയാമല്ലോ. കേരളത്തിൽ ഒരു 5ാം മന്ത്രി എന്ന് പറഞ്ഞപ്പോഴേക്ക്
എത്ര വലിയ വിവാദമാണ് ഉണ്ടായത്. 8 9 ക്യാബിനറ്റ് പദവികൾ NSS കൈവശം വെക്കുമ്പോഴോ അത് ക്രൈസ്തവ സഭകൾ കൈവശം വെക്കുമ്പോഴോ കേരളത്തിൽ വിവാദമല്ല. പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ പങ്കും ചോദിച്ചപ്പോഴേക്കും അത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വരേണ്യ രാഷ്ട്രീയം, ഒരു ജാതി രാഷ്ട്രീയം കേരളത്തെ നിയന്ത്രിക്കുന്നു ഇപ്പോഴും എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ഡെമോക്രസി എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രാതിനിധ്യത്തോടെയുള്ള ഒരു ഇൻക്ലൂസീവായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് അത് കേരളത്തിൻ്റെ വിതരണത്തിലും കേരളത്തിൻ്റെ വികസനത്തിലും കുറച്ചുകൂടെ ജനപക്ഷമായ ഒരു ഗവർണൻസിലേക്ക് കാര്യങ്ങൾ വരികയുള്ളൂ. എന്നാൽ ഇവിടെ ഈ തരയിലുള്ള ഒരു അക്കോമഡേഷൻ, അതായത് കേരളത്തിലെ ദലിതരെയും അതേപോലെ പിന്നോക്ക വിഭാഗങ്ങളെയും ഇതേപോലെ ആദിവാസികളെയും ഒക്കെ തന്നെ അധികാരത്തിലേക്കോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വങ്ങളിലേക്കോ ഒക്കെ പരിഗണിച്ചാൽ ഈ പറയുന്ന ജാതി കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിന് മാറ്റം വരുമെന്നും കൂടുതൽ ഈ പങ്കാളിത്തം, അതായത് ഈ സവർണ ഈ ചെറിയ ന്യൂനപക്ഷങ്ങളുടെ കയ്യിലിരിക്കുന്ന കുത്തക വിട്ടുകൊടുക്കാനും അവർ തയ്യാറല്ല. അത് കേന്ദ്രീകരിച്ച് നിർത്തുന്നതിന് വേണ്ടിയാണ് പലതരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വാതിലടയ്ക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിൻ്റെ അധികാര ഘടനയ്ക്കകത്തേക്ക് ഈ സമൂഹങ്ങളുടെ ആനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഭരണഘടനപരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് കുഞ്ഞാമൻ പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഒരു ദളിതൻ ഇരിക്കണമെങ്കിൽ മൂട്ടയായി ജനിക്കണമെന്ന് M. കുഞ്ഞാമൻ പറഞ്ഞു? കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? മഹാരാഷ്ട്രയിൽ അത് നടക്കുന്നു. അപ്പം ജാതിക്ക് അതീതമായ ഒരു നവോത്ഥാന പാരമ്പര്യമാണല്ലോ നമ്മൾ പറയുന്നത്. ശ്രീനാരായണ ഗുരു മുതൽ ഇങ്ങോട്ട് വക്കം മൗലവിയും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും പാമ്പാടി ജോൺ ജോസഫും ഒക്കെ ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു ആധുനിക നവോത്ഥാന കേരളം. ആ നവോത്ഥാന കേരളത്തിൻ്റെ മഹിമ പറയുന്ന പാർട്ടികളും മുന്നണികളും എന്തുകൊണ്ടാണ് നവോത്ഥാനന്തര കേരളത്തിൽ ദലിതരെയും ആദിവാസികളെയും ഒക്കെ വേണ്ട തരത്തിൽ ശാക്തീകരിക്കാനോ അവർക്കൂടെ അധികാര പങ്കാളിത്തം കൊടുക്കാനോ മടിക്കുന്നത്? കേരളത്തിൽ പട്ടികജാതിക്കാരി എന്നൊരു മന്ത്രി എടുത്താൽ നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും ഒരു പട്ടികജാതി വകുപ്പാണ് കൊടുക്കുന്നത്. പിന്നെ മേമ്പടിക്ക് ഒരു വകുപ്പ് കൊടുക്കുന്നിരിക്കും, ദേവസ്വം ബോർഡോ അതുപോലുള്ള ഒരു വകുപ്പ് കൊടുക്കുക. അതിനപ്പുറം എന്തുകൊണ്ട് വിദ്യാഭ്യാസം പോലുള്ള പ്രധാനപ്പെട്ട ഏതെങ്കിലും പോർട്ട്ഫോളിയോസ് പോലും കൊടുക്കാൻ പറ്റില്ല? അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് ഇത് മാറണം. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഗവർണൻസിനകത്താണ് മാറ്റം വരേണ്ടത്. കൂടുതൽ പങ്കാളിത്തം അവർക്കുണ്ടാകണം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ലാൻഡ് റിഫോം വരാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ എക്കണോമിക്കകത്തേക്ക് പ്രാതിനിധ്യമില്ലാത്തത്? പ്രൈവറ്റ് സെക്ടറിൽ പ്രാതിനിധ്യമുണ്ടോ ദളിതർക്ക്? ഇപ്പോൾ ദളിതരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാണ്, ആദിവാസികളുടെ ജീവിതം. അപ്പം ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയം പുനഃപരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം തിരുത്തുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മൾ വലിയ വികസിതമായ സമൂഹമാണ്, കേരള മോഡലാണല്ലോ പറയുന്നത്. അമേരിക്കൻ നിലവാരത്തിലേക്ക് ആരോഗ്യ സൂചികകൾ അതേപോലുള്ള മറ്റു കാര്യങ്ങളെല്ലാം ഉയർന്നു നിൽക്കുന്നു എന്നാണ്. ഈ ഉയർന്നു നിൽക്കുന്ന ജീവിത നിലവാരം രാഷ്ട്രീയ രംഗത്ത് ദലിതരെയും അടിസ്ഥാന വിഭാഗങ്ങളെയും പരിഗണിക്കുന്ന കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നതിന് ഉത്തരം തേടണം. ഇപ്പോൾ കേരളത്തിലെ ഒരു ദളിതന് പട്ടികജാതി വകുപ്പിന് അപ്പുറത്തേക്കൊരു മന്ത്രി പദവി കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ മുമ്പേ ബഹുജൻ സമാജ് പാർട്ടിയുടെ കാര്യം പറഞ്ഞു. ആ ബഹുജൻ സമാജ് പാർട്ടി ദലിതരെ കൺസോളിഡേറ്റ് ചെയ്ത് ഉത്തർപ്രദേശിലെ ചമാറുകളെ കൺസോളിഡേറ്റ് ചെയ്യുകയും ആ ചമാർ കൺസോളിഡേഷനോടൊപ്പം അവർ മറ്റ് സമൂഹങ്ങളെ കൂടെ ചേർത്ത് വെച്ചു. OBC വിഭാഗങ്ങളും മുസ്ലിങ്ങളും എല്ലാം ചേർന്ന് നിന്നൊരു സമയത്ത് ഉത്തർപ്രദേശ് പോലുള്ള, ഇന്ന് യോഗി ആദിത്യനാഥിൻ്റെ നാടാണല്ലോ ഉത്തർപ്രദേശ്, വലിയ നിരക്കുള്ള വരേണ്യ രാഷ്ട്രീയം ഇന്ന് ശക്തിപ്പെട്ട് നിൽക്കുന്നൊരു സ്റ്റേറ്റാണ്. ജാതീയമായ വലിയ വരേണ്യ മേധാവിത്വത്തിൻ്റെ നാടാണ് ഉത്തർപ്രദേശ്. പക്ഷെ ദലിതർ കൺസോളിഡേറ്റ് ചെയ്താൽ 4 പ്രാവശ്യം മുഖ്യമന്ത്രി പദവിയിലും ധനകാര്യം പോലെയുള്ള, പ്രതിരോധം പോലെയുള്ള, വിദ്യാഭ്യാസം പോലുള്ള വകുപ്പുകളും UP ദലിതർ കൈകാര്യം ചെയ്തു. അപ്പം എനിക്ക് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തോട് VD സതീശനോടാണെങ്കിലും അതുമല്ലെങ്കിൽ CPM ലീഡർഷിപ്പിനോടാണെങ്കിലും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത് തന്നെയാണോ പരിഹാരമെന്നാണ്. നമ്മൾ ഉത്തരവാദിത്ത രാഷ്ട്രീയം, ഉത്തരവാദിത്ത കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുന്നതിനകത്ത് ജാതീയമായി ദലിതർ സ്വയം സംഘടിച്ച് അധികാരം പിടിച്ചെടുക്കുന്ന മാർഗങ്ങളിലൂടെ മാത്രമേ ഒരു ദളിതന് മുഖ്യമന്ത്രി പദവിയെക്കുറിച്ചോ അല്ലെ പ്രധാനപ്പെട്ട പങ്കാളിത്തത്തെക്കുറിച്ചോ ആലോചിക്കാൻ കഴിയുള്ളൂ. അത് ചോദ്യത്തിന് കേരളം മറുപടി പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ന് നിങ്ങൾക്കറിയാം SCക്ക് ഒരു മന്ത്രി പോലും ഇല്ല കേരളത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഈ അവഗണനയുടെ മുമ്പിൽ രാഷ്ട്രീയ പ്രാതിനിധ്യം കിട്ടാൻ വേണ്ടി വേറിട്ട ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് കേരളത്തിലെ ദളിത് സംഘടനകളും നേതാക്കളും സമുദായ നേതാക്കളും ഇന്ന് ആലോചിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അതൊരു ജാതി രാഷ്ട്രീയമായിരിക്കത്തില്ല, കുറച്ചുകൂടെ ലിബറലായിട്ടുള്ള ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളവും മറ്റ് കേരളത്തിന് പുറത്തുള്ള വിഭാഗങ്ങളും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, സവർണ രാഷ്ട്രീയം, സവർണ അധികാര പ്രയോഗങ്ങൾ കേരളവും അവിടെ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല.
എല്ലാ സ്ഥലങ്ങളിലും സവർണാധികാര താല്പര്യങ്ങളും അതിൻ്റെ ഇടപെടലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ കീഴാള സമുദായങ്ങൾക്ക് സാമുദായികമായ താല്പര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനും അതിനുള്ള ഒരു സാധ്യത മറ്റിടങ്ങളിൽ കുറവാണ്. അതൊരു പക്ഷേ ഇവിടുത്തെ പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം. പക്ഷേ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം വിവിധ ജാതികൾ അവർ സമുദായവൽക്കരിക്കപ്പെടുകയും വിവിധ സമുദായങ്ങളുമായി കൂടിച്ചേരുകയും അങ്ങനെ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറാനുള്ള സാധ്യത അവിടെയുണ്ട്. എന്നാൽ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സാധ്യതകളില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നം കിടക്കുന്നത് സവർണ രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നുള്ളിടത്തല്ല. അത് അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അത് ഏകദേശം ഒരുപോലെ തന്നെയാണ് അവിടെ ഇവിടെയുള്ളത്. മറിച്ച് പുരോഗമനം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഉള്ളിൽ കീഴാള രാഷ്ട്രീയം ഉള്ള മനുഷ്യർക്ക് കീഴാളർക്ക് ഒന്നു ചേരാനും ഇതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രത്തെ പൊളിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തതാവുന്നതാണ്. അല്ല, അതിനകത്തൊരു ഫാക്റ്റുണ്ട്. ഈ ദലിതരുടെ മാത്രം കൺസോളിഡേഷനെയും യൂണിറ്റിയെയും ഒക്കെ ഒരു ഡിപ്രൈവ് ചെയ്ത് കാണുന്ന, അതിനെ വളരെ നെഗറ്റീവായിട്ട് കാണും. മറ്റുള്ളവരുടെയൊക്കെ സംഘടിത ശക്തിയെ പോസിറ്റീവായി കാണുകയും അത് കരുത്തായി എണ്ണുകയും ദലിതരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു കൺസോളിഡേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ജാതിവാദമാണ്, അത് പിന്തിരിപ്പനാണ് എന്നതിൽ ഇപ്പം കേരളത്തിൽ നോക്കൂ. കേരള ജനാധിപത്യത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. പക്ഷേ ഇന്ന് ഉത്തരേന്ത്യയെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഇസ്ലാമോ ഫോബിയ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിരിക്കുന്നു. അതിൻ്റെ പേരിൽ പരമാവധി ആ ഒരു മുസ്ലിം കർത്തൃത്വത്തെയും മുസ്ലിം പ്രാതിനിധ്യത്തെയും എങ്ങനെ പൂർണ്ണമായി ഒഴിവാക്കാം, വ്യത്യസ്ത രാഷ്ട്രീയ രൂപങ്ങളിലൂടെ പ്രാതിനിധ്യത്തിനു വേണ്ടി ശ്രമിക്കുന്ന, പ്രശ്നപരിഹാരത്തിനു വേണ്ടി ശ്രമിക്കുന്ന അത്തരം സോഷ്യൽ ഏജൻസികളെ കമ്മ്യൂണൽ എന്ന് വിളിച്ചോ തീവ്രവാദ മുദ്രകുത്തിയോ പല നിലയ്ക്കും അവരെ ഇന്ന് ഒരുതരം ഡെമണൈസേഷനാണ് നടക്കുന്നത്. വളരെ ഭീകരമായ അന്യവൽക്കരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരെ പുറത്തു നിർത്തുന്നു. അവരോട് വോട്ടുകൾ വേണം, പക്ഷേ അവരൊരു ഐഡന്റിറ്റി എന്ന നിലയിൽ അക്സെപ്റ്റ് ചെയ്യാൻ കേരളത്തിലെ മുന്നേ രാഷ്ട്രീയം തയ്യാറാണ്. ഇതിൻ്റെ തീവ്രവും രൂക്ഷവുമായ പ്രയോഗമാണ് കേരളത്തിൽ ദലിതരോട് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തൊരു പ്രശ്നം കേരള കേരളത്തിലെ എഴുത്തുകാർ, കേരളത്തിലെ ബുദ്ധിജീവികൾ, കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പുനർവിചിന്തനത്തിന് അവർ ഇൻട്രോസ്പെക്റ്റീവ് ആകണം, ക്രിട്ടിക്കലാകണം. ഇതൊരു പൊതുബോധത്തിൻ്റെ പ്രശ്നമാണ്. ഇന്നും നമ്മുടെ കേരളത്തിൻ്റെ പൊതുബോധം ജനാധിപത്യപരം എല്ലാവരെയും കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്ക് അത് മാറേണ്ടതുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തെ ഇവർ തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. യാതിയിലേക്ക് മടങ്ങിപ്പോവുകയാണ് കേരളം, കൂടുതൽ സങ്കുചിതമാവുകയാണ് കേരളം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ ക്രിട്ടിക്കലാവുന്നത് ഞങ്ങൾ UDF പിന്തുണയ്ക്കുന്നത് LDF നിഷേധം മാത്രമല്ല, ഇന്നൊരു പക്ഷേ കേരള രാഷ്ട്രീയത്തെ ഒരു ഉത്തരേന്ത്യൻ പോലെയുള്ള ആൾക്കൂട്ട കൊലകളുടെയും ബീഫ് ടെററിൻ്റെയും ബുൾഡോസർ രാജിൻ്റെയും വലിയ നിലക്കുള്ള ഒരു ഫാസിസ്റ്റ് വൽക്കരണത്തിൻ്റെയും രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ നിന്ന് ശക്തമായി ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അപകടകരമായ പലതരത്തിലുള്ള പ്രവണതകളും ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു വർഗീയ രാഷ്ട്രീയത്തിനും ഒരു പോളറൈസേഷനും കേരളം നിന്നു കൊടുത്താൽ വരുന്നത് വലിയ ആപത്തായിരിക്കും. ആർക്കും ഒരു പക്ഷേ നമ്മുടെ ഇന്നുള്ള ഒരു സൗഹാർദ്ദം, സമാധാനപരമായ സഹവർത്തിത്വം, ഒരുതരം ആ ബഹുസ്വരമായ അന്തരീക്ഷത്തെ പൂർണ്ണമായി തകർത്ത് സമാധാനമില്ലാത്തൊരവസ്ഥ വരാനുണ്ട്. ആ ഒരു സംഗതിയെ ചെറുക്കാനും ഇന്നത്തെ ഗിവൺ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ കുറച്ചുകൂടെ ഒരു പക്ഷേ UDF അത്തരത്തിൽ കുറച്ചുകൂടെ അതിന് സാധ്യതയെന്ന് നമ്മൾ കാണുന്നു. പക്ഷേ മുന്നണികൾക്ക് അതീതമായി ഇത്തരം വർഗീയ സ്വാധീനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുകിയിരിക്കുന്നു. അതിനൊരു പരിഹാരം കുറച്ചുകൂടി ഇത്തരത്തിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സമൂഹങ്ങൾ കളക്റ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയിലേക്ക് വരികയും അവരുടെ കൂടുതൽ പങ്കാളിത്തം കേരളത്തിൻ്റെ ഈ പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയ മണ്ഡലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ്. ഒരു കാര്യം കൂടിയുള്ള കേരളത്തിലെ അംബേദ്കറൈറ്റ്സുകൾ എന്ന നിലയിൽ ഞങ്ങൾ പറയുന്നത് പുതിയൊരു ഗവൺമെൻറ് വരാൻ പോവുകയാണ്. സ്വാഭാവികമായും എത്രത്തോളമായിരിക്കും കേരളത്തിലെ ദലിതരെയും ആദിവാസികളെയും ക്യാബിനറ്റിലും മറ്റ് മണ്ഡലങ്ങളിലും അവർ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഒരു ജാതി മാത്രമായി മുഖ്യമന്ത്രി പദവിയിൽ തുടരണമെന്ന് പറയുന്നതിന് എന്താ നിർബന്ധം പിടിക്കുന്നത്? പൗരന്മാരെല്ലാം ഒരുപോലെയല്ലേ? അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പദവികളിൽ കമ്മ്യൂണൽ റൊട്ടേഷൻ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത്രയും നാൾ ഏത് സമുദായങ്ങളാണോ കൂടുതൽ കാലം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് അവരൊന്നും മാറി നിൽക്കട്ടെ. തീരെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരാൻ കഴിയാതിരുന്ന സമൂഹങ്ങളിൽ നിന്ന് അത്തരൊരു പദവി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണൽ റൊട്ടേഷൻ സിസ്റ്റം കേരളത്തിൽ സാമുദായിക അടിസ്ഥാനത്തിൽ കൊണ്ടുവരണം. ഇതേപോലെ വിദ്യാഭ്യാസം പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ദലിതരെ പരിഗണിക്കുന്നൊരു മാറ്റം തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും
ബഹുജൻ സമാജ് പാർട്ടിയുടെ പരിമിതികളുണ്ട്. അപ്പോൾ അതിൻ്റെ ദേശീയ നാഷണൽ കോർഡിനേറ്റർമാർ കഴിഞ്ഞ ദിവസം ADF നേതാക്കളായിട്ടുള്ള ഗീതാനന്ദൻ മാഷ്, അതുപോലെ IR സദാനന്ദൻ, ഞാനും ഒക്കെ ആയിട്ട് അദ്ദേഹം എറണാകുളത്ത് കൂടിക്കാഴ്ച നടത്തി. സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിങ്ങൾ അവഗണിക്കപ്പെടുന്നു, നിങ്ങൾക്ക് സീറ്റുകൾ പോലും നിഷേധിക്കപ്പെടുന്നു. ഇതൊരു കോണ്ടസ്റ്റിൽ ബഹുജൻ സമാജ് പാർട്ടിയെ കുറച്ചുകൂടെ ഏറ്റെടുക്കാനും അതിനെ വികസിപ്പിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് അവർ ചർച്ച ചെയ്തിരുന്നു. വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ ആ ചർച്ചകളെ കണ്ടത്. അതിൻ്റെ വെളിച്ചത്തിൽ BSPയുടെ ചില പരിമിതികളുണ്ട്, അതിനെ മറികടക്കണം. ഒന്ന്, ഉത്തരേന്ത്യയുടെ ആ ഒരു രാഷ്ട്രീയത്തെ അതുപോലെ ഇവിടെ പറിച്ചു നടാൻ പറ്റത്തില്ല. ഇവിടെ കുറച്ചുകൂടെ ഒരു ഇൻറ്റേർണൽ ഡെമോക്രസിക്ക് ആ പാർട്ടി തയ്യാറാകണം, ആഭ്യന്തര ജനാധിപത്യം ഉണ്ടാകണം. ഒരു മായാവതി സെൻറ്റേഡ് പൊളിറ്റിക്സിനപ്പുറത്തേക്ക് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ ഈ പാർട്ടിക്ക് കഴിയണം. 2, കേരള സ്പെസിഫിക് ആയിട്ടുള്ള നയങ്ങൾ, പോളിസികൾ, പ്രോഗ്രാമുകൾ ഇത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയണം. ഒപ്പം ഈ ജാതി സാമുദായിക സംഘടനാ രൂപങ്ങളെ മുഴുവൻ അങ്ങ് ലിക്വിഡേറ്റ് ചെയ്തിട്ട് പാർട്ടി എന്ന് പറയുന്ന ഒരൊറ്റ ബോഡിയിലേക്ക് നിൽക്കണം എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുകയില്ല. അപ്പോൾ കേരളത്തിലെ വ്യത്യസ്ത തലങ്ങളിലുള്ള ദലിത് ആദിവാസി വിഭാഗങ്ങൾക്കിടയിലെ സാമൂഹിക ശക്തികളെയും സംഘടനകളെയും ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ സംഘപരിവാർ എങ്ങനെയാണ് ഹിന്ദു സംഘടനകളെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇന്ത്യയുടെ അധികാരത്തിലേക്ക് വന്നത്? സ്വാഭാവികമായും ഈ രാജ്യത്തെ വ്യത്യസ്തങ്ങളായ അവർണ, ദലിത്, ആദിവാസി ധാരകളുണ്ട്. അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു വിശാലമായ അപ്രോച്ച് BSP സ്വീകരിക്കുകയാണെങ്കിൽ അതിന് സാധ്യതയുണ്ട്. ഏറ്റവും ഒടുവിലായി ബഹുജൻ സമാജ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ പീപ്പിൾ സെൻറ്റേഡ് ആയിട്ടുള്ള പോളിസിയും പ്രോഗ്രാമും ഒക്കെ വെച്ചുകൊണ്ട് സമരോത്സുകമായി വരേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത ഒരു പക്ഷേ BSP അത്തരത്തിലൊരു മാറ്റത്തിന് തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കുന്നത് അത്തരം ഒരു പുതിയ രാഷ്ട്രീയത്തിന് കേരളത്തിൽ കുറച്ചുകൂടെ ചേർന്ന് നിൽക്കണമെന്നാണ്. അത് നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു പക്ഷേ ബഹുജൻ സമാജ് പാർട്ടിക്ക് കഴിഞ്ഞ ഒരു 10-35 വർഷക്കാലമായി ചെയ്തതുപോലെ തിരുത്താൻ കഴിയാതെ വന്നാൽ സ്വാഭാവികമായും ഒരു സൗത്ത് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ കേരളീയ സാഹിത്യത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു വ്യത്യസ്തമായ ബദൽ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഗൗരവമായ ആലോചനയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. കേരള സമൂഹം അതിന് പിന്തുണയ്ക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സന്തോഷം ഇത്രയും നേരം നമ്മളോട് പങ്കുവച്ചതിന്. ഓക്കെ, താങ്ക് യു.